സമസ്തയിലെ ഭിന്നത പരിഹരിക്കാൻ വിളിച്ച സമവായ യോഗത്തിൽ നിന്ന് ലീഗ് വിരുദ്ധ വിഭാഗം വിട്ടുനിന്നു. യോഗത്തിനെത്താത്തവർ അസൗകര്യം അറിയിച്ചിരുന്നുവെന്നും എല്ലാവരെയും ഉൾപ്പെടുത്തി വീണ്ടും യോഗം ചേരുമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായി പരിഹരിക്കുമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും പറഞ്ഞു. സമസ്തയിലെ ഭിന്നത വെളിവാക്കുന്നതായിരുന്നു ലീഗ് സമസ്ത നേതൃത്വം സംയുക്തമായി വിളിച്ച സമവായ യോഗം. ലീഗ് അനുകൂല വിഭാഗം യോഗത്തിനെത്തിയപ്പോൾ മറുവിഭാഗം വിട്ടുനിന്നു. പറയാനുള്ളതെല്ലാം നേതൃത്വത്തെ അറിയിച്ചതായും നേതൃത്വത്തെ അനുസരിക്കുന്നത് കൊണ്ടാണ് യോഗത്തിനെത്തിയതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലീഗ് അനുകൂല വിഭാഗം നേതാക്കളുടെ പ്രതികരണം. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു, ഞങ്ങൾ വന്നു. ഉസ്താദ്മാർ വിളിച്ചതാണ് ചർച്ചയ്ക്ക്, അല്ല ഞങ്ങൾ ഉണ്ടാക്കിയ ചർച്ചയല്ല. വിളിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുകയും രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു. നാസർ ഫൈസി കൂടത്തായി, അബ്ദുറഹ്മാൻ കല്ലായി, ഷാഫി ഹാജി തുടങ്ങിയവരാണ് ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്ന് യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിനെത്താത്തവർ അസൗകര്യം അറിയിച്ചിരുന്നുവെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്തയിൽ വ്യത്യസ്ത വിഭാഗങ്ങളില്ല എന്നും ജിഫ്രി തങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി വീണ്ടും യോഗം ചേരാനുമാണ് നേതൃത്വത്തിന്റെ തീരുമാനം. രണ്ട് വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തയിലില്ല, അത് അങ്ങനെ മനസ്സിലാക്കുന്നത് തെറ്റാണ്. ചില വിഭാഗങ്ങൾക്ക്, ചില ആളുകൾക്ക് വരാനെന്തോ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് നീട്ടി വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് അത് നടക്കുകയും ചെയ്യും. അടുത്ത സമവായ യോഗം ചേരാനുള്ള തീയതി നിശ്ചയിച്ചിട്ടില്ല. വ്യാഴാഴ്ച ചേരുന്ന മുഷാവറ യോഗത്തിന് ശേഷമേ സമവായ യോഗം ചേരൂവെന്നും ജിഫ്രി തങ്ങൾ വിശദീകരിച്ചു. പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കുമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും പറഞ്ഞു. അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ അത് കൂടിയിരുന്ന് ആലോചിച്ച് അതിന്റെ പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എല്ലാവരും ആഗ്രഹമാണ്. സമസ്ത സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മലപ്പുറം.